ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം ഒരു പോസ്റ്റ് എടുക്കുന്ന രീതിയിൽ ഒന്ന് കറക്ഷനുള്ള ഒരു മുന്നോടിയെ പോലെയാണ് മാർക്കറ്റ് എൻഡായിരിക്കുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. 15,923 മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ 18 പോയിൻറ്റ്സിൻ്റെ ഡൗണോടുകൂടി 53,140-ലും ബാങ്ക് നിഫ്റ്റിയിൽ 155 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 30,751-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫാർമ, റിയാലിറ്റി, മെറ്റൽ സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ റാലി കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ IT സെക്ടറിൽ റിസൾട്ടൊക്കെ വന്നതിൻ്റെ ഒരു റാലിക്ക് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് IT സെക്ടറിൽ കാണാനായിട്ടും ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.5% അടുത്തുള്ളൊരു ഗെയിനും സ്മോൾ ക്യാപ്പിൽ 1.84% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുഴുവനായിട്ടും നല്ലൊരു റൈസിന് ശേഷം ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. അതൊരു ഹാങ്ങിങ് മാൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ചെറിയൊരു കറക്ഷനിലൊരു സാധ്യതകൾ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഹാങ്ങിങ് മാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്താണ് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച എൻഡായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ചെറിയൊരു കറക്ഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോസായിട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് മാർക്കറ്റിനെ കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ഷോർട്ട് ടൈം ട്രെൻഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ബുള്ളിഷായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കഴിഞ്ഞ ആഴ്ചത്തെ റാലികളൊക്കെയും നമുക്കൊരു റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾക്ക് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതിനോട് സിങ്ക് ആയിരുന്നില്ല ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മൂവുകൾ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരും ദിവസങ്ങളിൽ 15,880 മുകളിൽ ഹോൾഡ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് 15,960-65 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു 16,000-16,200 വരെയുള്ള റാലികൾ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് ഈ ഒരു ഹാങ്ങിങ് മാൻ റിവേഴ്സ് സിമ്പിളിനെ ഒരു നെഗേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു എൻഡിങ് നമുക്കിനി ആവശ്യമാണ് അടുത്തൊരു റാലിക്കായിട്ട്. അതല്ല, നമുക്ക് ഈ ഒരു റേഞ്ചിൽ വീണ്ടും മാർക്കറ്റ് തിരിച്ചു വരികയാണ് എങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ഒരു കൺസോളിഡേഷൻ റേഞ്ചിലേക്ക് 15,750 എന്നുള്ളൊരു സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് വീണ്ടും വരാനുള്ളൊരു സാധ്യതകൾ നമുക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരാഴ്ച മാർക്കറ്റിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ മൂവുകൾ എങ്ങോട്ട് എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. അതിനെ ബേസ് ചെയ്തുള്ള എൻട്രികൾ കൊടുക്കുക. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു സാധ്യതകൾ മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങൾ എങ്ങോട്ടേക്ക് എന്നുള്ളതൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി എന്നിരുന്നാലും നമുക്ക് നിഫ്റ്റിയിൽ വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണാനുള്ളത് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് ബാങ്ക് നിഫ്റ്റി എൻഡായിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം വീണ്ടും പഴയ ഒരു റേഞ്ചിലേക്ക് 35,800 അതുപോലെ തന്നെ ലോ 34,900 ആ ഒരു റേഞ്ചിനുള്ളിലേക്ക് വീണ്ടും ബാങ്ക് നിഫ്റ്റി വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഫെഡറൽ റിസർവിൻ്റെ എക്കണോമിക് ഔട്ട്ലുക്ക് ഒരു പ്രൊജക്ഷൻ വന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്കോണമിയൊക്കെ നല്ലൊരു റിക്കവറിയിലേക്കാണ് വരുന്നത് എന്ന രീതിയിലൊരു നല്ലൊരു പ്രൊജക്ഷൻ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനലിസ്റ്റുകളൊക്കെ അതിന് വിപരീതമായിട്ടാണ് പറയുന്നതെങ്കിലും, അപ്പോൾ അവർ പറയുന്നത് പോലത്തെ ഒരു പ്രൊജക്ഷനുള്ള ഒരു സാധ്യതകൾ കാണുന്നില്ല എന്നാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഡാറ്റ ബാങ്ക് നിഫ്റ്റിക്ക് പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റകളുടെ ഒരു ഇമ്പാക്റ്റുകൾ ഒരുപക്ഷെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്ക് ഇനി ഒരു 35,800 മുകളിലേക്ക് വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് 35,970 അതിന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു റാലികൾക്കുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച മാർക്കറ്റിനെ ഒന്ന് കോഷ്യസായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ നമുക്ക് ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മേജർ കമ്പനികളുടെയും കുറേ മേജർ കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂവുകൾ നമുക്ക് ഈ ഒരാഴ്ച ഇമ്പാക്റ്റുകൾ കൊടുക്കാനായിട്ട് മാർക്കറ്റിലുണ്ടാകും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക് 115 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ഉണ്ടായിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ FTSE ഒരു മാർജിൻ ബോർഡറിലാണ് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്, ഫ്ലാറ്റ് എൻഡിങ് ആണ്. അപ്പോൾ ബാക്കി രണ്ട് മാർക്കറ്റുകളിലും ഡിക്ലൈനാണ് കാണുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ SGX നിഫ്റ്റി 116 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ഉണ്ടായത്. ഏഷ്യൻ മാർക്കറ്റ് മുഴുവനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ SGX നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 100 പോയിൻറ്റ്സിൻ്റെ ഡൗണിലാണ് നിലനിൽക്കുന്നത്, 100 പോയിൻറ്റ്സിനടുത്ത്.
അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്സിങ്ക് ചിലപ്പോൾ അതൊരു തിരിച്ചു വരാനുള്ള സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകൾ സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നില്ല. ഗോൾഡിൻ്റെ പ്രൈസിൽ ചെറിയൊരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെറിയൊരു ലോസ്, മോഡസ്റ്റ് ആയിട്ടുള്ള ലോസാണ് ഉണ്ടായിരിക്കുന്നത്. 74.5 ട്രേഡ് ഉണ്ടായിരിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 466 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ നിലനിൽക്കുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. 666 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റുകൾ അത്ര സപ്പോർട്ടീവ് അല്ല. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും രൂപയും അത്ര സപ്പോർട്ടീവായിട്ടല്ല നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ ആ ഒരു ഗ്ലോബൽ മാർക്കറ്റ് സപ്പോർട്ടീവായിട്ടല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരാഴ്ച റിസൾട്ടുകളായിരിക്കും ഇനിയും ചിലപ്പോൾ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യാനായിട്ടുണ്ടാവുക. എന്നിരുന്നാലും ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡും നിഫ്റ്റിയുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പാറ്റേണൊക്കെ നോക്കുമ്പോൾ ഒന്ന് വാച്ച് ചെയ്തിട്ട് എൻട്രികൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നമുക്ക് കുറച്ചുകൂടി റിസ്ക് കുറച്ചുകൂടി കമ്പാരേറ്റീവ്ലി കൂടുതലാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ റാലിസിൻ്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു റൈസുകൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ഡോജ് പോലത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് എന്നാലും ഫ്രൈഡേ എൻഡായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇനിയൊരു എൻട്രികൾ ഒരു 342 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതല്ല നമുക്ക് ഇനി ഈ ഒരു ഡോജി പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആലോചിക്കാം. അതല്ല ഇപ്പോൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം ഇനിയുള്ള എൻട്രികൾ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ITC നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പറയുന്നുണ്ടായിരുന്നു ഫോക്കസിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽസൊക്കെ പ്ലോട്ട് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ അതിനോട് സിമിലർ ആയിട്ടൊരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇനിയൊരു പുതിയ എൻട്രികൾ കുറച്ചൊന്ന് നമുക്കിനിയൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. ഏകദേശം 210 മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാവുന്നതായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും വീക്ക്ലി ചാർട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ITC സംബന്ധിച്ചിടത്തോളം ബോർഡ് മീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരാഴ്ച. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയും ITCനെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ITCയിൽ ചെറിയൊരു മൂവുകൾ കണ്ടുവരുന്നത്. ഇനി അതുപോലെ തന്നെ DLFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ ബുള്ളിഷ് ക്യാൻഡിൽ കൊടുത്താണ് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് എൻഡായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഹോൾഡിങ്ങിലാണെങ്കിൽ നമുക്ക് ഇനിയും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് എൻട്രികൾക്കൊക്കെ ഇനി ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. ഇനി ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് മൂവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പ്രീവിയസ് ഹൈഡൊക്കെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻട്രികൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബ്രേക്കൗട്ട് കൺഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കയ്യിലുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. അടുത്ത എൻട്രികളൊക്കെ ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് കൺസിഡർ ചെയ്യാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബയോകോണിൻ്റെ ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു പ്രീവിയസ് ബ്രേക്കൗട്ടിൻ്റെ അടുത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 415 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ബയോകോണിൽ നമുക്കൊരു പോസിബിലിറ്റി വന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബയോകോണിനെ ഈ ഒരാഴ്ച ഒന്ന് ട്രാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു സൈഡ് വെയർ റാലിക്കൊക്കെ ശേഷം ചെറിയൊരു അനക്കം പവർ ഗ്രിഡിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 236-37 മുകളിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ നമുക്ക് 245, 248 ആ ഒരു റേഞ്ചിലേക്കുള്ള റാലികൾ പവർ ഗ്രിഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പവർ ഗ്രിഡിനെ ഈ ഒരാഴ്ചയും ഒന്ന് ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മൂവുകൾ കൊടുത്താണ് ഈ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു റൈസ് കൊടുത്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻഡായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു RS ഇൻഡിക്കേറ്റർ ഓർബോട്ട് റീജിയനിലാണ് ഡീപ്പായിട്ട് നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ അടുത്ത എൻട്രികൾ ഇനിയുള്ള കറക്ഷനുകളിൽ എടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു മൂവുകളാണ് കൂടുതലായിട്ടും കാണാനുള്ളത് ട്രെൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അടുത്തൊരു കറക്ഷനിന് ശേഷം ഒരു എൻട്രികൾക്കുള്ള സാധ്യതകൾ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷനിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ടിനെ നിങ്ങളൊന്ന് ട്രാക്കിങ്ങിൽ വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി അതുപോലെ തന്നെ സൺഫാർമ, നാഷണൽ അലുമിനിയം ഈ ഒരു ചാർട്ടുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു എൻട്രികൾക്കുള്ളൊരു സാധ്യതകൾ സൺഫാർമയിലും നാഷണൽ അലുമിനിയത്തിലും നിലനിൽക്കുന്നുണ്ട്. നാഷണൽ അലുമിനിയത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നല്ലൊരു ബ്രേക്കൗട്ടുകൾ കൊടുത്താണ് ഈ ഒരു സ്റ്റോക്ക് എൻഡായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു 2 സ്റ്റോക്ക് കമ്പനികളെയും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ റൊസാരി ബയോടെക്കിനെ സംബന്ധിച്ചിടത്തോളം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ട്രൈസ്റ്റാർ ഇൻ്റർമീഡിയറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു കമ്പനീനെ അക്വയർ ചെയ്യാനായിട്ട് ഒരു അപ്രൂവൽ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 120 കോടിയുടെ ട്രാൻസാക്ഷൻ വഴിയായിട്ടുള്ളൊരു അക്വിസിഷനാണ് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്.
ഇനി അതുപോലെ തന്നെ NIITയെ സംബന്ധിച്ചിടത്തോളം അവർ സുശാന്ത് യൂണിവേഴ്സിറ്റിയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. BFSI അതുപോലെ തന്നെ IT വിഭാഗങ്ങളിലെ കോഴ്സുകൾ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ലഭ്യമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് Q1 റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ Q1 റിസൾട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. 16% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 7,729 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 6,658 കോടിയായിരുന്നു. എന്നിരുന്നാലും പ്രോഫിറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2016 ശേഷം ഏറ്റവും സ്ലോവസ്റ്റ് പേസിലാണ് വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകളൊക്കെ ഇവർക്ക് ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാനായിട്ട്. അതുമാത്രമല്ല ഇവരുടെ അസറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് NPAയിലൊക്കെ ചെറിയൊരു ഡിറ്റോറിയേഷൻ വന്നിട്ടുണ്ട്. 1.32% നിന്നും കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 1.32% ഗ്രോസ് NPA എങ്കിൽ അത് 1.47% ഉയർന്നിട്ടുണ്ട്. നെറ്റ് NPA നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് വർധനവാണ് വന്നിരിക്കുന്നത്. 0.4 നിന്നും 0.48% നെറ്റ് NPAയും ഉയർന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകളൊക്കെ ഇവർക്കും ഉണ്ടായി എന്ന് വേണം ഈ ഒരു സമയത്ത് കാണാനായിട്ട്. ഇനി ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നു. അതിൽ തന്നെ മേജറായിട്ടുള്ള കുറേ കമ്പനികൾ നിഫ്റ്റിയിലുള്ളതും അല്ലാതെ തന്നെ മേജറായിട്ടുള്ള കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ നമുക്ക് ഈ ആഴ്ച വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ACC, HCL, HDFC ലൈഫ് ഇൻഷുറൻസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, റിലയൻസ്, ITC, ICICI ബാങ്ക്, ബജാജ് ട്വിൻസ് ഇങ്ങനെയുള്ള കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനികളുടെ റിസൾട്ടുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. കാരണം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ നമുക്ക് ഈ ഒരാഴ്ച മാർക്കറ്റുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി IPOയുടെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തത്വചിന്തൻ ഫാർമ IPO ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയിൽ തന്നെ നല്ലൊരു റെസ്പോൺസാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. 4.5 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഡേ 1 വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി 2 ദിവസം കൂടെ അത് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് ക്ലീൻ സയൻസ്, GR ഇൻഫ്ര പ്രൊജക്റ്റ് ഈ ഒരു 2 IPOകളും നാളെ മാർക്കറ്റിൽ ലിസ്റ്റ് ആവാൻ പോവുകയാണ്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60% മുകളിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒക്കെ കാണിക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു IPO നാളെ ഒന്ന് ഫോക്കസ് പോയിന്റിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ലിസ്റ്റിംഗ് ചെയ്യാനുള്ള സാധ്യതകൾ ഈ ഒരു 2 IPOകളിലും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ NIITൻ്റെ ഡിവിഡൻറ്റ് വരുന്നു. പിന്നെ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ HEG, ജ്യോതി ലാബ്സ്, KEC ഇൻ്റർനാഷണൽ ഇവരൊക്കെ ഡിവിഡൻറ്റ് ഈ ഒരാഴ്ച കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ടൈറ്റാൻ ഇവരുടെ എല്ലാവരുടെയും വരുന്നു. അതുപോലെ ITCൻ്റെ ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളും എല്ലാം നിങ്ങൾ ഈ ഒരു ഡാറ്റകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരാഴ്ചത്തെ റിസൾട്ടുകളും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളും ഒന്ന് വാച്ച് ചെയ്യുക. തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ മൂവുകൾ ഇനി നമുക്കൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്നതായിരിക്കും, ഒന്നില്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.